മികച്ച ജൈവ കർഷകയ്ക്കുള്ള ജില്ലാതല അവാർഡ് എന്നിങ്ങനെ ഷൈല ബഷീറിനെ തേടി വന്ന ആദരങ്ങൾ നിരവധി. ഒരു വരുമാന മാർഗം എന്നുള്ള നിലയിൽ കോഴി ഫാമാണ് ആദ്യം തുടങ്ങിയത്. അതിൻ്റെ വേസ്റ്റ് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് പച്ചക്കറിയിലേക്കും കുറേശ്ശെയായി വന്നത്. ഉരുളക്കിഴങ്ങും ഉള്ളിയും മാത്രമേ നമ്മൾ വാങ്ങലുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു പരീക്ഷണാർത്ഥത്തിൽ ഉരുളക്കിഴങ്ങും ഒന്ന് കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്. അടുത്ത ഒരു പടിയായിട്ട് സവാളയും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഈ അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഒരാശ്രമവാടിയുടെ പ്രശാന്തി നമുക്ക് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ പ്രകൃതിയുടെ രമണീയത കൊണ്ടാണോ, അതോ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഷൈല ബഷീർ കുടുംബത്തിൻ്റെ ഹൃദയ നൈർമല്യം കൊണ്ടാണോ എന്ന് വിലയിരുത്താനാവുന്നില്ല, അല്ലേ? യാത്ര പുറപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കാതെ നമ്മൾ എങ്ങനെ ഇവിടം വിട്ടു പോകും? കാർഷിക വിവര സങ്കേതം ഒരു വിരൽ തുമ്പിൽ. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല എന്നിങ്ങനെ കാതോട് കാത് പകർന്നു പോയിരുന്ന കാർഷിക വിജ്ഞാനം യാന്ത്രിക യുഗത്തിന് വഴിമാറിക്കൊടുത്ത കൃഷിയോടൊപ്പം എവിടെയോ നഷ്ടപ്പെട്ടു പോയി. കാലം കൃഷിയെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഭൂമിയുടെ ബാഹ്യഘടനാ മാറ്റം സസ്യങ്ങളുടെ സ്വഭാവത്തെ മാത്രമല്ല, കീടരോഗാണുക്കളുടെ സ്വഭാവത്തെയും മാറ്റിമറിച്ചു കളഞ്ഞിരിക്കുന്നു. കാർഷിക മേഖലയിലെ പുതിയ പുതിയ പരിണാമങ്ങൾ കാർഷിക വിജ്ഞാനത്തിൻ്റെ ക്ഷണലഭ്യത അനിവാര്യമാക്കി തീർത്തു. കാർഷിക വിവര സങ്കേതം ഒരു വിരൽ തുമ്പിൽ പദ്ധതി മുൻപറഞ്ഞ അനിവാര്യതയുടെ സൃഷ്ടിയാണ്. തിരുവനന്തപുരം ആനയറ കാർഷിക മൊത്തവ്യാപാര വിപണിയോട് ചേർന്നാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. വിവിധ നവസാമൂഹ്യ മാധ്യമങ്ങളെ ഏകോപിപ്പിച്ച് വിവരവിനിമയ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ ഏകജാലക സംവിധാനമാണ് കാർഷിക വിവര സങ്കേതം ഒരു വിരൽ തുമ്പിൽ എന്ന പദ്ധതി. കാർഷിക വിജ്ഞാന വ്യാപന രംഗത്തും കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധന രംഗത്തും 1995 മുതൽ ശ്രദ്ധേയമായ ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പിൽ വരുത്തിയ സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം അഥവാ SFAC ആണ് ഈ പദ്ധതിയും നടപ്പിലാക്കിയിട്ടുള്ളത്. ടെലിഫോണിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും ഉന്നയിക്കപ്പെടുന്ന കാർഷികമായ ഏത് സംശയത്തിനും ആധികാരികമായ നിവാരണം തത്സമയം. കാർഷിക വിവര സങ്കേതത്തിൽ കോൾ സെന്റർ, വെബ് പോർട്ടൽ, മൊബൈൽ ആപ്ലിക്കേഷൻ എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ട്വിറ്റർ, ഗൂഗിൾ പ്ലസ്, വാട്സാപ്പ് തുടങ്ങിയ നവസാമൂഹ്യ മാധ്യമങ്ങളും ഈ വിജ്ഞാന വ്യാപന ശൃംഖലയിലെ കണ്ണികളാണ്. നൂതനമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള കാർഷിക വിവര സങ്കേതം വെബ് പോർട്ടലിൽ ജൈവ കൃഷിക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ വിൽപ്പന സൗകര്യം, കാലാവസ്ഥാ അറിയിപ്പുകൾ, സേവന കേന്ദ്രങ്ങൾ, തൊഴിൽ സേന, നവീന കൃഷി സമ്പ്രദായങ്ങൾ, കാർഷിക സ്ഥാപനങ്ങളുടെ ലിങ്കുകൾ, ഈ കാർഷിക ലൈബ്രറി, കാർഷിക യന്ത്രവൽക്കരണം എന്നിവയെല്ലാം വെബ് പോർട്ടലിൻ്റെ സവിശേഷതകൾ. തപാൽ വഴിയുള്ള കത്തുകൾക്കും മറുപടി ലഭ്യമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് നിലവാരം, അണുകീടബാധ ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, വിപണന മേഖലകളും സാധ്യതകളും തുടങ്ങി കർഷകർക്കുണ്ടായേക്കാവുന്ന എല്ലാ സംശയങ്ങളും ഇവിടെ നിന്നും ആധികാരികമായി ദൂരീകരിക്കാവുന്നതാണ്. കാർഷിക രംഗത്തെ പുതിയ സമ്പ്രദായങ്ങളെപ്പറ്റിയുള്ള അറിവും ഇവിടെ ലഭിക്കും. പ്രവർത്തന സമയത്തിന് മുമ്പോ അതിനുശേഷമോ ഈ നമ്പറിലേക്ക് വിളിക്കുന്നവരുടെ നമ്പറുകൾ റെക്കോർഡ് ചെയ്ത് അടുത്ത പ്രവൃത്തി സമയത്ത് തിരിച്ചു വിളിച്ച് വിവരം പകരുന്നതുമാണ്. കോൾ സെന്റർ വഴി വിപണിയിലെ വിവരങ്ങളും ലഭ്യമാണ്. കോൾ സെന്ററിൽ നേരിട്ട് ലഭിക്കുന്ന ഫോൺ കോളുകൾക്ക് തത്സമയം മറുപടി നൽകുകയും ആവശ്യമുള്ളപ്പോൾ
അതത് വിഷയത്തിലെ വിദഗ്ധരുമായി ബന്ധപ്പെടുത്തി അപ്പോൾ തന്നെ മറുപടി ലഭ്യമാക്കുകയും ചെയ്യണം. കർഷകരുടെ ഒരു വിരൽ സ്പർശത്തിനായി ഈ കാർഷിക വിവരസങ്കേതം കാശിത്തുമ്പക്കായ പോലെ സജ്ജമായിരിക്കുമ്പോൾ കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അതിൻ്റെ ജൈത്രയാത്രയിൽ ഒരു ചുവട് കൂടി മുന്നിലേക്ക്. കർഷകർക്ക് ബന്ധപ്പെടേണ്ട ടോൾ ഫ്രീ നമ്പർ 1800 425 1661.